എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലെ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള 7ാമത്തെ അലോട്ട്മെൻറ്റും സ്പെഷ്യൽ അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജനുവരി 20 ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അതായത് ജനുവരി 20 തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം 20 തന്നെ പ്രവേശനം നേടണം. അതായത് നിങ്ങൾ ഏകദേശം ഒരു 18 തന്നെ അതായത് 18-19 നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ബാങ്ക് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടാനായിട്ട് 24 മണിക്കൂർ എടുക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഇന്ന് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ ഫീ പേയ്മെൻറ്റ് ചെയ്ത സമയത്തിനുള്ളിൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പരമാവധി ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട്, അതായത് അതിന് മുൻപായിട്ട് നിങ്ങൾ നാളെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ലഭിച്ച കോഴ്സിന് അഡ്മിഷൻ സമയത്ത് എത്ര രൂപ ഫീ പേയ്മെൻറ്റിനത്തിൽ അടക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കാരണം LBS വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഫീസിനേക്കാൾ ചില കോളേജുകൾ ഏകദേശം കുറേ അധികം തന്നെ ഫീസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിച്ച കോഴ്സിന് കോളേജിൽ എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിച്ച ശേഷം മാത്രം ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്താൽ മതിയാകും. കാരണം വിദ്യാർത്ഥികൾ പിന്നീട് അലോട്ട്മെൻറ്റ് ലഭിച്ച് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം പിന്നീട് കോളേജിൽ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ഫീസ് കൂടുതലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ പിന്നീട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് റീഫണ്ടിനൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ഫീ പേയ്മെൻറ്റ് റീഫണ്ടായിട്ട് കിട്ടാനൊക്കെ ആയിട്ട്, അതുപോലെ അത് കിട്ടാനായിട്ടും കുറേ ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടുമെങ്കിൽ മാത്രം ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നിലവിൽ വിദ്യാർത്ഥികൾ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടുകയും അതിനുശേഷം കോളേജിൽ നിന്നുള്ള NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് മറ്റൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിലവിൽ നിങ്ങൾ എവിടെയാണോ അഡ്മിഷൻ നേടിയിട്ടുള്ളത് കോളേജിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ തിരിച്ചു വാങ്ങിച്ച് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് എവിടെയാണോ അവിടെ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. ജനുവരി 20 നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതും ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അഡ്മിഷൻ നേടാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ജനുവരി 20 തന്നെ നിങ്ങളുടെ അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടാനായിട്ട് ജനുവരി 20 ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജ് കാണാൻ സാധിക്കും. അപ്പോൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് വിദ്യാർത്ഥികൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒരു ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് സൈഡിലോട്ട് നീക്കുന്ന സമയത്ത് മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അവിടെ 2 മെത്തേഡ് ഉണ്ടാവും പേയ്മെൻറ്റ് മെത്തേഡ്. നിങ്ങൾക്ക് ഒന്നാമത്തേത് വിദ്യാർത്ഥികൾക്ക് ചലാൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പേയ്മെൻ്റ് ആണ്. അപ്പോൾ അത് ഡീഫോൾട്ടായിട്ട് സെലക്റ്റഡ് ആയിട്ടുണ്ടാവും. അവിടെ പ്രിൻ്റ് ചലാനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചലാൻ പ്രിൻ്റ് എടുത്ത ശേഷം നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് അതിൽ പറഞ്ഞ പ്രകാരമുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള, അതായത് ഈ ഒരു UPI അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തേത് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണോ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്, UPI ആണോ, നെറ്റ് ബാങ്കിങ് ആണോ, ഡെബിറ്റ് കാർഡാണോ, ക്രെഡിറ്റ് കാർഡാണോ, ഇത് ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് നൽകി പേയ്മെൻറ്റ് ചെയ്യുക. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും. അപ്പോൾ ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത ശേഷം പിന്നീട് നിങ്ങളുടെ ഹോം പേജിലേക്ക്, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത്, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ്
കാണിക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ നേരത്തെയുള്ള മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിന് പകരം നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാകുന്നതാണ്. നിലവിൽ നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടി NOC വാങ്ങിച്ച് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ എന്നാണ് കാണാൻ സാധിക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അതിലുള്ള ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ടും കറക്റ്റ് അല്ലേ എന്നുള്ളത് പരിശോധിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു ജനുവരി 20-ാം തീയതിക്കുള്ളിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടുക. ഇതിന് ശേഷം കോളേജുകളിൽ അല്ലെങ്കിൽ കോഴ്സുകളിൽ ഒഴിവ് വരുന്ന സാഹചര്യത്തിൽ ഇനിയും സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. സ്പെഷ്യലോ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റോ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ടോക്കൺ ഫീ അടച്ച ശേഷം വെബ്സൈറ്റിൽ നിന്ന് പ്രിൻ്റ് എടുത്ത അലോട്ട്മെൻറ്റ് മെമ്മോ സഹിതം വിദ്യാർത്ഥികൾ കോളേജിൽ ജനുവരി 20-ാം തീയതിക്കകം അഡ്മിഷൻ നേടേണ്ടതാണ്. ഈ ഒരു അഡ്മിഷൻ ഡേറ്റ് നീട്ടുന്നതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.